ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ദേശീയ വിദ്യാഭ്യാസ ദിനം. വരുന്ന ബുധനാഴ്ച നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 1888 നവംബർ 11 മക്കയിലാണ് ആസാദ് ജനിച്ചത്. പിന്നീട് കൽക്കത്തയിൽ താമസമാക്കിയ ആസാദ് അറബി, ബംഗാളി, ഹിന്ദി, പേർഷ്യൻ, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾക്ക് പുറമെ ഗണിതശാസ്ത്രം, തത്വചിന്ത, ലോകചരിത്രം, ശാസ്ത്ര വിഷയങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം നേടി. വക്കീൽ, അൽ ഹിലാൽ, അൽ ബലാഗ് തുടങ്ങിയ പത്രങ്ങളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ചു. ബംഗാൾ വിഭജനത്തിനെതിരായ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ശക്തനായ വക്താവായിരുന്നു. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകി. സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമൊപ്പം സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളായ IIT-കൾ സ്ഥാപിക്കാൻ ആരംഭിച്ചതും സർവകലാശാല ഗ്രാന്റ്സ് കമ്മീഷൻ സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. 1958 അദ്ദേഹം അന്തരിച്ചു. 1992 പരമോന്നത ബഹുമതിയായ ഭാരതരത്നം മരണാനന്തരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. മൗലാന അബുൽ കലാം ആസാദിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ വാർത്താ തരംഗിണിയുടെ പ്രണാമം. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും നീതിപൂർവകവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഏവർക്കും ലഭ്യമാക്കുക, ആജീവനാന്ത തുടർ പഠനങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. വിദ്യാഭ്യാസമുള്ള ജനത ഒരു സമൂഹത്തിന്റെ മുതൽക്കൂട്ടാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മെച്ചപ്പെട്ട പൊതുജനാരോഗ്യം കൈവരിക്കുക, വ്യവസായവൽക്കരണം വേഗത്തിലാക്കുക, ജീവിത നിലവാരം ഉയർത്തുക എന്നിവയ്ക്ക് പുറമെ സാമൂഹിക നീതി, ലിംഗസമത്വം, ക്രമസമാധാനം എന്നിവ ഉറപ്പാക്കുന്നതിൽ വരെ പൗരന്മാരുടെ വിദ്യാഭ്യാസത്തിന് പങ്കുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ദീർഘകാല നിക്ഷേപമായി വിദ്യാഭ്യാസത്തെ കണക്കാക്കാം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ചൊല്ല് വിദ്യയുടെ മഹത്വത്തെ മാത്രമല്ല, പ്രായോഗിക തലത്തിൽ വിദ്യാഭ്യാസം എന്ന മികച്ച സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെ കൂടിയാണ് കാട്ടിത്തരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പൊതുനിക്ഷേപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവനന്തപുരം IIST-യിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ ഷൈജുമോൻ CS വാർത്താ തരംഗിണിയോട്. ഇന്ത്യയുടെ ശക്തി നമ്മുടെ മനുഷ്യ വിഭവമാണ്. ജനസംഖ്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായ ഭാരതം അതിന്റെ മാനുഷിക ശേഷി ശരിയായ രീതിയിൽ വികസിപ്പിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസത്തിനായി കൂടുതൽ ചെലവാക്കുക എന്നതാണ് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുവാൻ പരമപ്രധാനമായത്. രാജ്യത്തിലെ ജനസംഖ്യയുടെ 60% 35 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ്. ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യശേഷിയും വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഉന്നത നിലവാരത്തിലുള്ള മനുഷ്യ വിഭവശേഷിയാക്കി മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്. ഭാരതത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ ഏകദേശം 4.6% വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത്. ഇത് 6% വർദ്ധിപ്പിക്കുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ പുരോഗതിക്കായി സർക്കാർ ചെലവാക്കുന്ന ഓരോ രൂപയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹ്യ മാറ്റത്തിനും 10 മടങ്ങ് സ്വാധീനമാണ് ചെലുത്തുന്നത്. രാജ്യത്തിന്റെ ജനങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോൾ മാനുഷ്യ വിഭവശേഷി വർദ്ധിക്കുന്നതിനോടൊപ്പം സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആക്കം കൂട്ടുകയും അത് രാജ്യത്തിന്റെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് ഉതകുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള ചെലവ് രാജ്യ പുരോഗതിക്കുള്ള മൂലധനമാണ്. ഈ മൂലധന ചെലവ് ജനങ്ങളുടെ രാജ്യത്തിന്റെയും പുരോഗതിയിലൂടെ 10 മടങ്ങായി തിരികെ സർക്കാരിൽ തന്നെ എത്തുകയും ചെയ്യും. ഇന്ത്യയെ പോലുള്ള വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് വിദ്യാഭ്യാസ വികസനം ഒരു അടിസ്ഥാന മേഖലാ വികസനമാണ്. ഈ അടിസ്ഥാന മേഖലയുടെ വികാസം രാജ്യ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളുടെയും വളർച്ചയ്ക്കും വികാസത്തിനും ഊർജം നൽകുന്നു. ആയതിനാൽ വിദ്യാഭ്യാസ വികസനത്തിനായി സർക്കാർ തലത്തിലുള്ള കൂടുതൽ ചെലവാക്കുന്നത് രാജ്യത്തിന്റെ കൂടുതൽ വളർച്ചയ്ക്കും വികാസത്തിനും കളമൊരുക്കുമെന്നതിൽ സംശയമില്ല. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത്. നളന്ദയും തക്ഷശിലയും പോലുള്ള പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകൾ അക്കാലങ്ങളിൽ
കാലഘട്ടങ്ങളിൽ ലോകത്തിനു തന്നെ വെളിച്ചമേകി. ഗുരുകുല വിദ്യാഭ്യാസ രീതിയും വളരെയേറെ പ്രചാരത്തിലുണ്ടായിരുന്നു. കൊളോണിയൽ ഭരണം ഇന്ത്യയുടെ മറ്റെല്ലാ മേഖലകളെയും എന്ന പോലെ വിദ്യാഭ്യാസ മേഖലയെയും ബാധിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ വിദ്യാഭ്യാസം കൂടുതൽ ഔപചാരികമായി. മെക്കാളയുടെ മിനിറ്റ്സിലൂടെ ഇംഗ്ലീഷിന് പ്രാമുഖ്യം ലഭിച്ചു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1854 വുഡ്സ് ഡെസ്പാച്ച് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ആധുനിക സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരുന്നു എന്ന് പറയാം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിച്ചതാണ് സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആദ്യ മുഖ്യ ചുവടുവയ്പ്. 1976 വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് അഥവാ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പൊതുവായി നിയമങ്ങൾ നിർമ്മിക്കാവുന്ന വിഷയങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തെ എല്ലാവരിലും എത്തിക്കാനുള്ള പരിശ്രമത്തിൽ ഉച്ചയൂണ് പദ്ധതിക്ക് വലിയ പങ്കുണ്ട്. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുക വഴി വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾക്കൊപ്പം അത്യാവശ്യ പോഷകങ്ങളും ദരിദ്ര ജനവിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ലഭിച്ചു. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർവശിക്ഷ അഭിയാൻ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി. 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ മൗലികാവകാശമായി മാറി. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഇപ്പോൾ രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും മൗലിക കർത്തവ്യവുമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇതിനെപ്പറ്റി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. साथियों, पिछले 3 दशकों में दुनिया का हर क्षेत्र बदल गया, हर व्यवस्था बदल गई. इन 3 दशकों में हमारे जीवन का शायद ही कोई पक्ष हो जो पहले जैसा ही रहा हो, लेकिन वो मार्ग जिस पर चलते हुए समाज भविष्य की तरफ बढ़ता है, हमारी शिक्षा व्यवस्था वो अब भी पुराने ढर्रे पर ही चल रही थी. पुरानी शिक्षा व्यवस्था को बदलना उतना ही आवश्यक था जितना किसी खराब हुए ब्लैक बोर्ड को बदलना आवश्यक होता है. ഈ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്. 34 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തിന് ഒരു പുതിയ വിദ്യാഭ്യാസ നയം ലഭിക്കുന്നത്. വിപ്ലവകരമായ ഒട്ടേറെ മാറ്റങ്ങളാണ് നയം വിഭാവന ചെയ്യുന്നത്. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വികാസം ഉറപ്പാക്കും. ശാസ്ത്രേതര വിഷയങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അക്കാദമിക് പഠനവും തമ്മിലുള്ള അന്തരം ലഘൂകരിക്കും. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാപരിചയവും വർദ്ധിപ്പിക്കാൻ ദേശീയ മിഷൻ രൂപീകരിക്കും. ഇന്ത്യൻ ഭാഷകളുടെ പഠനവും ഒന്നിലേറെ ഭാഷകളുടെ പഠനവും പ്രോത്സാഹിപ്പിക്കും. 5ാം ക്ലാസ് വരെയെങ്കിലും പ്രാദേശിക ഭാഷയിലോ നാട്ടുഭാഷയിലോ മാതൃഭാഷയിലോ മാത്രമാവും പഠനം. സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിചിതമാക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എൻറോൾമെന്റ് നിരക്ക് 50% ഉയർത്തും. ഒന്നിലധികം തവണ പാഠ്യപദ്ധതികളിൽ പ്രവേശിക്കാനും പുറത്തുപോകാനും അവസരമുണ്ടാവും. ക്രെഡിറ്റ് ബാങ്ക് സൃഷ്ടിക്കും. ഇന്ത്യയിലെ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തും. മുതിർന്നവരിലും യുവാക്കളിലും 100% സാക്ഷരത കൈവരിക്കാൻ ശ്രമിക്കും. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6% വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കാനും പുതിയ നയം ലക്ഷ്യം കാണുന്നു. നയത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ പേര് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി പുനർനാമകരണവും ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഓണക്കൂർ വാർത്താ തരംഗിണിയോട്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രീ പ്രൈമറി തൊട്ട് ഗ്രേഡ് 12 വരെ അവന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സമഗ്രമായി ദർശിച്ചുകൊണ്ടുള്ള മൗലികമായ ചില മാറ്റങ്ങളാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ ഘടനാപരമായ കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചല്ല ശ്രദ്ധിക്കുന്നത്, അതിനെക്കുറിച്ചല്ല എന്റെ ചിന്തകൾ ഞാൻ വ്യാപരിക്കുന്നത്. ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നെ ആകർഷിക്കുന്ന ഒരു 3 പ്രധാന കാര്യങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, മാതൃഭാഷയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ നമ്മൾ മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ കുട്ടിയുടെ ഗ്രഹണശക്തിയെ വിപുലപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിലൂടെ പഠിപ്പിക്കണം. 5 ക്ലാസ് വരെ നിർബന്ധമായും, അഭികാമ്യമായി 8ാം ക്ലാസ് വരെ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത്രയും കാലം ആ സ്റ്റാൻഡേർഡ് വരെ നിർബന്ധമായും എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം അതിൽ ഊന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആശയഗ്രഹണത്തിനുള്ള ശക്തി മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധ്യമാകുന്നത് എന്നുള്ള തത്വം നിൽക്കുന്നു. അപ്പോൾ മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ആശയ സ്വീകരണത്തെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ ഗ്രഹണശേഷിയെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായ സാഹചര്യം ഒരുക്കും എന്നുള്ള കാഴ്ചപ്പാട് അഭിനന്ദനീയമാണ്
ആവശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. രണ്ടാമതായി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. കുട്ടിയെ തൊഴിൽശാലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ ഉയരുന്നുണ്ട്. എന്നെ ആകർഷിച്ച ഒരു കാര്യം, സാക്ഷരതാ പ്രവർത്തനത്തിലൊക്കെ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച ഘട്ടത്തിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം, ഈ നൈപുണികൾ കണ്ടെത്തിയ കുട്ടികളിൽ കുടികൊള്ളുന്ന നൈപുണി കണ്ടെത്തി അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള പ്രയത്നം എന്ന് പറയുമ്പോൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതിന് മറ്റൊരു മാനം സംഭവിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത്, ഇപ്പോഴുള്ളതുപോലെ കണക്കും ആർട്സ് ആൻഡ് സയൻസ് അത് തമ്മിലുള്ള വളരെ കർക്കശമായ ഒരു വിഭജനം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ക്രമത്തിലുണ്ട്. അത്രയും കാർക്കശ്യം ആവശ്യമില്ല എന്നും, കണക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അതോടൊപ്പം സംഗീതം പഠിക്കാം, അല്ലെങ്കിൽ സാഹിത്യം പഠിക്കാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ആളുകൾ നെറ്റി ചുളിക്കും. എങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ സർഗാഭിരുചികളെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകപ്പെടുന്നത് സഹായകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലാണ് നാം ഇത്തവണ ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളുമൊക്കെ പരമ്പരാഗത രീതിയിൽ ക്ലാസ് മുറികളെ ആശ്രയിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് 8 മാസത്തോളമായി. ബ്ലാക്ക് ബോർഡുകളിൽ നിന്ന് വെർച്വൽ മീറ്റുകളിലേക്കും യൂട്യൂബിലേക്കും ഒക്കെ പഠനം അതിവേഗം വഴിമാറി. ഈ ചുവടുവയ്പ് എല്ലാവർക്കും ഒരുപോലെ അനായാസമായിരുന്നില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാവർക്കും ലഭ്യമായിരുന്നില്ല. ലഭ്യമായ ഉപകരണങ്ങളിൽ തന്നെ ഇന്റർനെറ്റ് വേഗവും ഗുണനിലവാരവും വ്യത്യസ്തമായിരുന്നു. കൊച്ചുകുട്ടികളുടെ വീട്ടിലിരുന്നുള്ള ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് രക്ഷിതാക്കളുടെ പങ്കാളിത്തം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മുതൽ ജോലി സമയം വരെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറി. നൂതന സാങ്കേതിക വിദ്യകളിലേക്ക് ചുവടുമാറാൻ അധ്യാപകരിൽ തന്നെയും കുറച്ചുപേരെങ്കിലും അല്പം ബുദ്ധിമുട്ടി. ഇന്ത്യയിലെ 1.5 ദശലക്ഷത്തിലധികം വരുന്ന സ്കൂളുകളിലായി നടക്കുന്ന ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതും വെല്ലുവിളിയായി. എന്നാൽ നിശ്ചയദാർഢ്യമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹം ഒന്നാകെ തന്നെയും മുന്നിട്ട് വന്നതോടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കപ്പെട്ടു. 51 വിദ്യാഭ്യാസ ചാനലുകൾ രാജ്യത്ത് ആരംഭിക്കാൻ പ്രസാർ ഭാരതി അടുത്തിടെ ധാരണയായി. രാജ്യത്തിന്റെ വിദൂര മേഖലകളിൽ പോലും 24 മണിക്കൂറും ഇന്റർനെറ്റ് സഹായമില്ലാതെ സൗജന്യമായി വിദ്യാഭ്യാസ പരിപാടികൾ കാണാൻ ഇത് സഹായിക്കും. വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ മനോദർപ്പൺ എന്ന പേരിൽ സഹായ കേന്ദ്രവും ആരംഭിച്ചു. അധ്യാപകർക്കായി ദീക്ഷ പ്ലാറ്റ്ഫോം പോലുള്ള സൗകര്യങ്ങൾ സ്ഥാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രതിദിനം ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേരള സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ കാണുന്നത്. വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെ പണിയ, കുറിച്യ, ഊരാളി, അടിയ, കുറുമ തുടങ്ങിയ ഗോത്രങ്ങളുടെ ഭാഷയിലും ക്ലാസുകൾ സംപ്രേഷണം ചെയ്തത് ശ്രദ്ധേയമായി. പതിറ്റാണ്ടുകളായി ശീലിച്ചു വന്ന ശൈലികളിൽ നിന്ന് പെട്ടെന്നുണ്ടായ മാറ്റമായതിനാൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവയൊക്കെ പരിഹരിക്കപ്പെട്ട് വിദ്യാഭ്യാസ മേഖല മുന്നേറുന്നുണ്ട് എന്നത് സന്തോഷകരമാണ്. വിദ്യാഭ്യാസ രംഗത്തെ 2ാം തലമുറ പ്രശ്നങ്ങളായ തുല്യത, ഗുണത എന്നിവ ഉറപ്പാക്കുക, കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസത്തിന് വേണ്ട പഠന അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക, രക്ഷിതാക്കളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സൃഷ്ടിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പദ്ധതിയെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന മാറ്റം കുട്ടികളുടെ പഠനത്തിലും ദൃശ്യമാകുമെന്ന കാര്യം ഉറപ്പാണ്. സാങ്കേതിക വിദ്യകളെ കൂടി ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ് മുറികളും ഇതിനകം തന്നെ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ, നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ അടക്കം ലാബുകൾ സജ്ജീകരിക്കാനും കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകർക്കാണെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനവും നൽകിയിരിക്കുക. വിദ്യാഭ്യാസം മനുഷ്യജീവിതത്തിൽ ഉടനീളം തുടരേണ്ട ഒരു പ്രക്രിയയാകണം. തന്റെ 96ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷ ഉയർന്ന മാർക്കോടെ പാസായി രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ കാർത്യായനി അമ്മ കേരളത്തിന്റെ അഭിമാനമാണ്. നാരീശക്തി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമല്ലെന്നും നിരന്തരമായ ഒരു പ്രക്രിയയാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് കാർത്യായനി അമ്മയെ പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിരന്തര വിദ്യാഭ്യാസത്തിലൂടെ സ്വന്തം കഴിവുകളെ പ്രകാശിപ്പിക്കാനും ചുറ്റുമുള്ള ലോകത്തോട് നന്മയോടെയും മികവോടെയും ഇടപഴകാനും ജീവിത വിജയം കൈവരിക്കാനും നാം ഏവർക്കും ആകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്.
വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച 9 മണിക്ക്.